കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. അപ്പം നമുക്കിനി ഒരു കുറച്ച് ശ്ലോകം കൂടിയേ ഉള്ളൂ ഈ 11-ാം അധ്യായത്തിലെ സ്തുതി. അത് കഴിഞ്ഞാൽ ശരിക്കും പറയാച്ചാൽ ദ്വാദശവും പിന്നെ ഈ ത്രയോദശമൊക്കെ എന്താ വെച്ചാൽ ദൈവമാഹാത്മ്യ സ്തോത്രത്തിൻ്റെ മാഹാത്മ്യം പറയല. ഇതോടെ ശരിക്ക് ഇത് കഴിഞ്ഞു കേട്ടോ. ദൈവമാഹാത്മ്യ സ്തോത്രത്തിൻ്റെ മാഹാത്മ്യം പറയുക അതാണ്. പിന്നെ അപ്പം ഞാൻ 43 വായിക്കാം കേട്ടോ. ഭൂയശ്ച ശതവാർഷിക്യാമനാവൃഷ്ട്യാമനംഭസി മുനിഭിः സംസ്തുതാ ഭൂമൗ സംഭവിഷ്യാമ്യയോ നിജ. ഭൂയഃ ച ഭൂമൗ. ഭൂയ മീൻസ് ലേറ്റർ, അതായത് പിന്നീട്. ച ഭൂമൗ ഭൂമിയിൽ എന്ത് ശതവാർഷിക്യാം എന്ന് പറഞ്ഞാൽ എന്താ 100 കൊല്ലങ്ങൾ. അനാവൃഷ്ട്യാം മീൻസ് എന്താ മഴ. വൃഷ്ടി പറഞ്ഞാൽ മഴ. അപ്പം അനാവൃഷ്ടി പറഞ്ഞാൽ മഴയില്ലാതെ, അതായത് ഒട്ടും മഴയില്ലാതെ. അനംഭസി വെള്ളം, അംഭസ പറഞ്ഞാൽ വെള്ളമാണല്ലോ. അപ്പം അനംഭസി പറഞ്ഞാൽ വെള്ളമില്ലാതെ, അതായത് മഴ പെയ്യാത്തത് കൊണ്ട്, അനാവൃഷ്ടി കൊണ്ട്. അനംഭസി വെള്ളമില്ലാതെ. മുനിഭിഹി സംസ്തുത അയോനിജ സംഭവിഷ്യാമി. അതായത് അങ്ങനെ ആൾക്കാർ വെള്ളം കിട്ടാണ്ട് വലയുമ്പോൾ, അല്ലാതെ കുറേ ദിവസം മഴ ഉണ്ടായില്ല, വെള്ളത്തിന് ക്ഷാമമായ എല്ലാവരും വല്ലാതെ കഷ്ടപ്പെടുമല്ലോ. അങ്ങനെ കഷ്ടപ്പെടുമ്പോൾ മുനിഭിഹി മഹർഷിമാർ എന്തു ചെയ്തു? സംസ്തുത അയോനിജ സംഭവിഷ്യാമി. എന്തു ചെയ്യും? മഹർഷിമാർ എന്നെ വാഴ്ത്തി സ്തുതിക്കും. അപ്പോൾ ഞാൻ അയോനിജയായി ജനിക്കുന്ന, അതായത് ഒരു യോനി കൂടെ അല്ലാതെ. സാധാരണ നമ്മളെ ഗിവിങ് ബർത്ത് ആണല്ലോ നമ്മളെ സ്ത്രീകൾ, അല്ലേ? അപ്പം അതുപോലെ ഒരാളുടെയും വൂമ്പിൽ ജനിച്ച് പുറത്തേക്ക് നമ്മളൊക്കെ സാധാരണ പുറത്തേക്ക് വരുന്ന പോലെ അല്ലാതെ അയോനിജയായിട്ട് ഞാൻ ജനിക്കുമെന്ന് പറഞ്ഞാൽ, എല്ലാ ഈശ്വരന്മാരൊക്കെ അങ്ങനെ തന്നെ ജനിക്കണവരാണെന്ന് പറയാൻ കാരണം ദൈവശക്തിയാണല്ലോ. അതുപോലെ ഞാൻ ജനിക്കുമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്താ ഈ ഒരു ശ്ലോകത്തിൽ പറയണ വെച്ചാൽ, ഇനി അല്ലെങ്കിൽ പിന്നീട് എപ്പോഴാണ് ഈ വല്ലാത്ത വരൾച്ച കൊണ്ട ആൾക്കാർ, മഴ പെയ്യാഞ്ഞിട്ട് വല്ലാത്ത വരൾച്ച കൊണ്ട ആൾക്കാർ, വെള്ളം കിട്ടാതെ ആരാണ് കഷ്ടപ്പെടുന്ന ജീവികളൊക്കെ, എല്ലാ സർവ്വജീവജാലങ്ങളും ചൂട് കൊണ്ട് പൊരിഞ്ഞ് കഷ്ടപ്പെടുന്നത്. അപ്പം മഹർഷിമാർ എന്നെ വാഴ്ത്തി സ്തുതിക്കും. അപ്പം ഞാൻ ആദ്യം അയോനിജയായി ജനിക്കുമെന്ന് പറഞ്ഞാൽ, അതായത് സാധാരണ എല്ലാവരെ പോലെ അല്ലല്ലോ ഈശ്വരന്മാരുടെ ജനനം. ഒരു തന്നെ ജനിക്കാൻ വേണമെങ്കിൽ പിന്നെ വല്ലവരെ അച്ഛനമ്മമാരാക്കിയിട്ട്, ഇപ്പോൾ ശ്രീകൃഷ്ണനെ നമ്മൾ പറയൂലോ, അതായത് ദേവകിയുടെ ഉള്ളിൽ ഭഗവാന്റെ ശക്തി അങ്ങോട്ട് ഉണ്ടായി എന്നൊക്കെ ശരിക്കും പറയുന്നുള്ളൂ. അങ്ങനെയാണ് വസുദേവരിപ്പോൾ സാധാരണ ഒരു അച്ഛനും അമ്മയ്ക്കും കുട്ടി ഉണ്ടാവണ പോലെയല്ല. അപ്പം ഭഗവാൻ അയോനിജനായിട്ടല്ല, ദേവകിയുടെ ഗർഭത്തിൽ നിന്നാണ് ജനിച്ചത്. പക്ഷേ പലപ്പോഴും പല അവതാരങ്ങളും അയോനിജയായിട്ട് ജനിക്കണവരും ഉണ്ടാ പറയുക. അല്ലെങ്കിൽ സാധാരണ പോലെ അല്ലാണ്ടുള്ള ജന്മാവൂലോ ഈശ്വരന്മാരുടെ. അതാണ്. അപ്പം ഞാനപ്പോൾ ജനിക്കും രക്ഷിക്കാനേ. ഈ അനാവൃഷ്ടി കൊണ്ട് കഷ്ടപ്പെടുന്നവരെ രക്ഷിക്കാൻ വേണ്ടി മുനിമാരെന്നെ വാഴ്ത്തുമ്പോൾ ഞാൻ ആദ്യം ജനിക്കും. ഭൂയശ്ച ശതവാർഷിക്യാമനാവൃഷ്ട്യാമനംഭസി മുനിഭിः സംസ്തുതാ ഭൂമൗ സംഭവിഷ്യാമ്യയോ നിജ. തതശ്ചതേന നേത്രാണാം നിരീക്ഷിഷ്യാമി താൻ മുനീൻ കീർത്തയിഷ്യന്തി മുനയഃ ശതാക്ഷീമിതി മാം തതഃ. തതഃ അപ്പോൾ അഹം ഞാൻ നേത്രാണാം ശതേന, എൻ്റെ 100 കണ്ണുണ്ട്, എൻ്റെ 100 കണ്ണുകൾ കൊണ്ട് താൻ മുനീൻ നിരീക്ഷിഷ്യാമി, എന്തു ചെയ്യും? അവരെ ഞാൻ കടാക്ഷിക്കും. എങ്ങനെ? അപ്പോൾ
ഞാൻ അവർക്ക് സന്തോഷവും ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ എൻ്റെ 100 കണ്ണുകളെ കൊണ്ടും എന്നെ വാഴ്ത്തിയ സ്തുതിമാരെ മുനിമാരെ കടാക്ഷിക്കും. അതായത് അവർക്ക് സന്തോഷമാവും ഞാൻ പ്രസാദിച്ചതായി കണ്ടിട്ടേ, അവർക്ക് സന്തോഷമാവും ഞാൻ എൻ്റെ 100 കണ്ണുകൾ കൊണ്ടും ആ എന്നെ സ്തുതിച്ച മുനിമാരെ കടാക്ഷിക്കുമ്പോൾ അവർക്ക് സന്തോഷമാവൂല. അതാണ് നിരീക്ഷിഷ്യാമി. ഞാൻ നോക്കും. തതഹ മുനയഹ, അപ്പോൾ അതിനാൽ മുനിമാർ മാം ശതാക്ഷീം ഇതി കീർത്തയിഷ്യന്തി, ഞാൻ 100 കണ്ണോണ്ട് കടാക്ഷിച്ച് അവരെ സന്തോഷിപ്പിച്ച കാരണം അവരെന്നെ ശതാക്ഷി എന്ന് പറഞ്ഞ് സ്തുതിക്കും. എന്നിട്ട് എന്നെ ശതാക്ഷി എന്ന് പറഞ്ഞ് സ്തുതിക്കും എന്നെ അവർ സന്തോഷമായിട്ട്. അതായത് ഞാൻ ജനിക്കുന്നു പറഞ്ഞല്ലോ, അനാവൃഷ്ടിയായിട്ട് എല്ലാവരും കഷ്ടപ്പെടുമ്പോൾ ഞാൻ ജനിച്ചിട്ട് എന്നെ വാഴ്ത്തിയ മുനിമാരെ ഞാൻ എൻ്റെ 100 കണ്ണുകളെയും കൊണ്ടും കടാക്ഷിക്കും. അപ്പോൾ അവർക്ക് വളരെ സന്തോഷമാവും. ഭഗവതി പ്രസാദിച്ചു എന്നല്ലേ അർത്ഥം. അപ്പോൾ അവരെന്നെ 100 കണ്ണുള്ള ഭഗവതി എന്ന് വിളിച്ചിട്ട് സ്തുതിക്കുന്ന ശതാക്ഷി, 100 അക്ഷികളുള്ള ദേവി, ശതാക്ഷിയായിട്ടുള്ള ദേവി എന്ന് പറഞ്ഞ് അവരെന്നെ സ്തുതിച്ച് കീർത്തിക്കും എന്നാണ് പറഞ്ഞത്. തതശതേന നേത്രാണാം നിരീക്ഷിഷ്യാമി താൻ മുനിൻ കീർത്തയിഷ്യന്തി മുനയ ശതാക്ഷീമിതി മം തതഃ തതോഹമഖിലം ലോകമാത്മദേഹസമുദ്ഭവൈഃ ഭരിഷ്യാമി സുരാഃ ശാകൈരാവൃഷ്ടേഃ പ്രാണധാരകൈഃ ശാകംഭരീതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി. പല ഒരു പേരിപ്പോൾ ശതാക്ഷി എന്നാണ്, ഇനി ശാകംഭരി എന്ന് വിളിക്കുന്നു പറയുന്നത് നോക്കിക്കോളൂ. ഹേ സുരാഹ, അല്ലയോ സുരന്മാരെ, ദേവന്മാരെ, ദേവി പറയണേ. തതഹ, അപ്പോൾ അഹം ഞാൻ ആത്മദേഹ സമുദ്ഭവൈഹി, എൻ്റെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ച പ്രാണധാമകൈഹി ശാകൈഹി ആവൃഷ്ടേഹേ അഖിലം ലോകം ഭരിഷ്യാമി എന്ന്. എന്താ അറിയോ, അപ്പം ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്നും ഈ പ്രാണികൾക്ക് ഉപജീവനം കഴിക്കാനായിട്ട് ഞാൻ സസ്യങ്ങൾ ഉണ്ടാക്കും. പ്രാണധാരകൈഹി മീൻസ് അവർക്ക് ഉപജീവനം, അതായത് ഭക്ഷണം കഴിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് അതായത് ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്നും, അപ്പം ഈ വല്ലാതെ കഷ്ടപ്പെടല്ലേ പ്രാണികളൊക്കെ, ഈ വെള്ളമൊന്നും ഇല്ലാണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്നും തന്നെ അവർക്ക് ജീവിക്കാൻ വേണ്ടതായിട്ടുള്ള സസ്യങ്ങളൊക്കെ സൃഷ്ടിച്ച്, അതായത് മഴയില്ലാതെ സസ്യങ്ങളൊക്കെ നശിച്ചിറക്കല്ലേ, അപ്പോൾ അവർക്ക് ജീവിക്കാൻ ഉള്ള സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ദേഹത്തു നിന്ന് ഈ ജീവനെ നിലനിർത്താൻ വേണ്ട സസ്യങ്ങളൊക്കെ സൃഷ്ടിച്ച് അഖിലം ലോകം, പിന്നൊരു മഴ പെയ്ത് എല്ലാം വേണ്ട പോലെ ആവണ വരെ ഞാൻ സകല ലോകത്തിനെയും ഭരിഷ്യാമി, രക്ഷിച്ച് കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ പരിപാലിക്കും. തദ് മേ ശാകംഭരി ഇതി നാമ വിഖ്യാതം ഭവിഷ്യതി. അതുകൊണ്ടാണ് എനിക്ക് ശാകംഭരി എന്ന പേര് പ്രസിദ്ധമായി തീരും എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ചെയ്യോണ്ട്, അതായത് ശാകൈഹി ആവൃഷ്ടൈ എന്ന് പറഞ്ഞില്ലേ, അതാണ് പ്രാണികൾക്ക് പ്രാണധാരകൈഹി, പ്രാണികൾക്ക് ഉപജീവനത്തിനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ശാകൈഹി ആവൃഷ്ടേഹേ അഖിലം ലോകം ഭരിഷ്യാമി, സസ്യങ്ങളെ സൃഷ്ടിച്ചിട്ട് ഞാൻ അവരെ മുഴുവൻ കാത്തു രക്ഷിക്കും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ശാകംഭരി എന്നുള്ള പേര് എനിക്ക് കിട്ടും. അതാണ് പറഞ്ഞത്. ഒരു സെക്കൻഡ് കേട്ടോ, ഞാനൊരു കാര്യം ഇതിൽ പറയണമെന്ന് വിചാരിച്ചു. ഭരിഷ്യാമി സുരാഹ ശാകംഭരീതി വിശ്യാതി. അതെ, എന്നിട്ട് പിന്നെ ശാകംഭരീതി വിഖ്യാതി എന്നല്ലേ, അതന്നെ. അത് ഞാൻ എന്തോ ഒരു കാര്യം ശാകംഭരി എന്ന പേരോടുകൂടി അവരെന്നെ വിളിക്കാൻ തുടങ്ങും. കാരണം ഞാൻ ഇങ്ങനെ ചെയ്യുകൊണ്ടാണ് എന്നെ ശാകംഭരി എന്ന് പറയണത് കേട്ടോ.
പിന്നെ എന്താണ്, ഇവർ വളരെ കഷ്ടപ്പെടുകയാണല്ലോ അനാവൃഷ്ടി കാരണം. അപ്പം മഴ ഇല്ലാത്തതുകൊണ്ട് എല്ലാ വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഭഗവതി പറഞ്ഞത്, അപ്പം ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ അവർക്ക് ഉപജീവനത്തിനും വിശപ്പടങ്ങാൻ വേണ്ട കായകളും ഫലങ്ങളും ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള സസ്യങ്ങൾ ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ സൃഷ്ടിക്കും. പിന്നെ മഴ പെയ്തെല്ലാം ശരിയാവണ വരെ എന്നിട്ട് ഞാൻ പരിപാലിക്കും. അങ്ങനെ ചെയ്തതുകൊണ്ട് എന്നെ ശാകംഭരി എന്ന് വിളിച്ച് അവരെ ഞാൻ പ്രസിദ്ധമായി തീരും. അവരെന്നെ ശാകംഭരി ദേവി എന്ന് പറഞ്ഞ് സ്തുതിക്കും. ആ നിലയ്ക്ക് ഞാൻ പ്രസിദ്ധയായിത്തീരുന്ന വിഖ്യാതം ഭവിഷ്യതീന്ന് കണ്ടില്ലേ. അങ്ങനെ എനിക്ക് ശാകംഭരി എന്നുള്ള പേരിനാൽ ഞാൻ പ്രസിദ്ധയാകും എന്ന് പറയണം. അപ്പോൾ അത് വായിച്ച് അടുത്തേക്ക് പോവാം. തതോഹമഖിലം ലോകമാത്മദേഹസമുദ്ഭവൈ ഭരിഷ്യാമി സുരാ ശാകൈരാവൃഷ്ടേ പ്രാണതാരകൈ ശാകംഭരീതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി. നെക്സ്റ്റ്, തത്രൈവ ച വധിഷ്യാമി ദുർഗമാഖ്യം മഹാസുരം ദുർഗാദേവീതി വിഖ്യാതം താന്മേ നാമ ഭവിഷ്യതി. ഇപ്പം രണ്ടുപേര് പറഞ്ഞു അല്ലേ, പിന്നെ എന്താണ് ശതാക്ഷിന്നും ശാകംഭരിന്നും. ഇനി ദുർഗ എന്ന് പറയുന്നതാണ് പറയണത്. തത്ര ഏവ ദുർഗമാഖ്യം, അതായത് തത്ര ഏവ ദുർഗമാഖ്യം മഹാസുരം വധിഷ്യാമീച്ച. പിന്നെ ഇങ്ങനെ ഞാൻ അവതരിച്ചിട്ട് ദുർഗമൻ എന്ന് പേരായിട്ടുള്ള ഒരു അസുരനെ ഞാൻ വധിക്കും. എന്താ പേര്? ദുർഗമാഖ്യം. ദുർഗമൻ എന്നാണ് അയാളെ. ദുർഗമാഖ്യം എന്ന് പറഞ്ഞാൽ ദുർഗമൻ എന്നു പേരുള്ള എന്നർത്ഥം. ആ ആളെ ഞാൻ വധിഷ്യാമി, ഞാൻ വരിക്കും. അതായത് ഇപ്പോൾ ശാകംഭരി എന്നുള്ള പേരാൽ ഞാൻ പ്രസിദ്ധയാവും, എന്നെ വാഴ്ത്തുമെന്ന് പറയില്ലേ. അത് കഴിഞ്ഞിട്ട് എന്നെ ദുർഗ എന്ന് പറയാനുള്ള കാരണം പറയുകയാണ്. ഈ അവതാരം എടുത്ത കാലത്ത് തന്നെ ഞാൻ അയോനിജയായിട്ട് ഞാൻ അവതരിക്കുമെന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെ അവതരിക്കുമ്പോൾ ഞാൻ ദുർഗമൻ എന്ന് പേരായിട്ടൊരു അസുരനെ വധിക്കും. അതാണ് പറഞ്ഞ തത്ര ഏവ ദുർഗമാഖ്യം മഹാസുരം വധിഷ്യാമി. ദുർഗമൻ എന്ന് പറഞ്ഞിട്ടുള്ള പേരോടുകൂടിയ അസുരനെ ഞാൻ വധിക്കും. തദ് മേ ദുർഗാദേവി ഇതി നാമ വിഖ്യാതം ഭവിഷ്യതി. അങ്ങനെ എനിക്ക് ദുർഗാദേവി എന്നുള്ള പേര് പ്രസിദ്ധമായിത്തീരും. ഇപ്പം 3 പേരായി: ശതാക്ഷി, ശാകംഭരി, ദുർഗ. അപ്പോൾ ദുർഗ എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ ദുർഗമൻ എന്ന അസുരനെ വധിച്ചത് കൊണ്ടാണെന്നാണ് ദേവി എന്നെ പറയണം കേട്ടോ. തത്രൈവ ച വധിഷ്യാമി ദുർഗമാഖ്യം മഹാസുരം ദുർഗാദേവി ഇതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി. നമുക്ക് 47-48 ഒന്നിച്ച് ചെയ്യാം. പുനശ്ചാഹം യഥാ ഭീമം രൂപം കൃത്വാ ഹിമാചലേ രക്ഷാംസി ഭക്ഷയിഷ്യാമി മുനീനാം ത്രാണകാരണാൽ തഥാ മാം മുനയഃ സർവേ സ്തോഷ്യന്ത്യാനമ്രമൂർത്തയ ഭീമാദേവീതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി. ഇനി നോക്കാം. പുനഃ ച, വീണ്ടും എന്ത്? അഹം, ഞാൻ, മുനീനാം ത്രാണകാരണാത്, മുനികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ത്രാണനം ചെയ്യാച്ച എന്താ? രക്ഷിക്കുക. മുനീനാം ത്രാണകാരണാൽ, ത്രാണനം വെച്ചാൽ രക്ഷിക്കലാണ്. മുനികളെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ വേണ്ടിയിട്ട് ഹിമാചലെ, ഹിമാലയ പർവ്വതത്തിൽ ഭീമം രൂപം കൃത്വ, ഭീമമായിട്ടുള്ള വലിയൊരു രൂപം ധരിച്ച് യഥാ രക്ഷാംസി ഭക്ഷയിഷ്യാമി, ഞാൻ അനവധി രാക്ഷസന്മാരെ ഭീമരൂപം ധരിച്ചിട്ട്, വലിയ ഹ്യൂജായിട്ടുള്ള ഒരു രൂപം ധരിച്ചിട്ട് ഞാൻ ഈ മുനിമാരെ രക്ഷിക്കാൻ വേണ്ടി രാക്ഷസന്മാരെയൊക്കെ ഭക്ഷിക്കും. രക്ഷാംസി ഭക്ഷയിഷ്യാമി തഥാ, അപ്പോൾ സർവേ മുനയഃ, അപ്പോൾ എല്ലാ മുനിമാരും എന്ത്? മുനയ ആനമ്രമൂർത്തയ, എന്നെ താണ് തൊഴുത്. ആനമ്രം ചെന്താ? തല കുനിച്ച് പിന്നെ നമസ്കരിക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ വന്ദിക്കുക എന്നർത്ഥം. മാം സ്തോഷ്യന്തി, എന്നെ തല കുനിച്ച് വന്ദിച്ച് അല്ലെങ്കിൽ നമസ്കരിച്ചിട്ട് എന്നെ വാഴ്ത്തും. എന്ത് പറഞ്ഞിട്ടാണ് വാഴ്ത്തുക? തദ് മേ ഭീമാദേവി ഇതി നാമ വിഖ്യാതം ഭവിഷ്യതി. എന്നെ ഭീമാദേവി എന്നുള്ള പേരിൽ ഞാൻ പ്രസിദ്ധയാവും. കാരണം ഭീമരൂപം ധരിച്ചുല്ലോ, വലിയ രൂപം ധരിച്ചു. ഭീമരൂപം ചെന്നാൽ വലിയ രൂപം ധരിച്ചത് കാരണം അവരെന്നെ ഭീമാദേവി എന്ന് ഞാൻ പ്രസിദ്ധയായി. എന്നെ അവർ ഭീമാദേവി എന്ന് പറഞ്ഞ് സ്തുതിച്ച് വാഴ്ത്തും എന്നാണ്. ഭീമാദേവി എന്നുള്ള പേരെങ്ങനെ വന്നെന്ന് പറയുകയാണ്. ഇപ്പോൾ ശതാക്ഷി പറഞ്ഞു അല്ലേ, ശാകംഭരി പറഞ്ഞു,
ദുർഗാദേവി പറഞ്ഞു. ഇപ്പോൾ പറയണു ഭീമാദേവിനെ എങ്ങനെയാണ് പറഞ്ഞത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഈ അവതാരത്തിൽ തന്നെ പിന്നെ എന്താണ്, മുനികളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഹിമാലയത്തിൽ വലിയ രൂപം ധരിച്ച് പ്രത്യക്ഷപ്പെട്ട് അവിടെ മുനികൾ ഉപദ്രവിച്ചിരുന്ന എല്ലാ രാക്ഷസന്മാരെയും ഭക്ഷിക്കും. അപ്പം അവർക്ക് സന്തോഷമായിട്ട് അവർ ഭീമാദേവി എന്നുള്ള പേരെനിക്ക് നൽകി. അങ്ങനെ ഞാൻ പ്രസിദ്ധയായി, ഭീമാദേവി എന്ന പേരിലും പ്രസിദ്ധയായി. അവരെന്നെ അങ്ങനെ വാഴ്ത്തി സ്തുതിക്കുന്നു. പുനശ്ചാഹം യഥാ ഭീമം രൂപം കൃത്വാ ഹിമാചലേ രക്ഷാംസി ഭക്ഷയിഷ്യാമി മുനീനാം ത്രാണകാരണാൽ. മുനികളെ രക്ഷിക്കാനായിട്ടാണ് ഈ രാക്ഷസന്മാരെ ഭക്ഷയിഷ്യാമി പറഞ്ഞത്. തഥാമാം മുനയ സർവേ സ്തോഷ്യന്ത്യാ നമ്രമൂർത്തയ. അപ്പോൾ അവർ വീണ് നമസ്കരിച്ചിട്ട് ഭീമാദേവി എന്ന് പറഞ്ഞ് നമസ്കരിക്കും. ഭീമാദേവി ഇതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി. ഇനി 49ഉം 50ഉം കൂടി ചെയ്യാട്ടോ. യദാരുണാഖ്യസ്ത്രൈലോക്യേ മഹാബാധം കരിഷ്യതി തദാഹം ഭ്രാമരം രൂപം കൃത്വാ സംഖ്യേയ ഷഡ്പദം ത്രൈലോക്യസ്യ ഹിതാർത്ഥായ വധിഷ്യാമി മഹാസുരം ഭ്രാമരീതി ച മാം ലോകാൽസ്തദാ സ്തോഷ്യന്തി നിത്യശഃ. യദാ അരുണാഖ്യഃ, അതായത് പിന്നെന്താണ്, അരുണൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ്റെ കാര്യമാണ് പറയണത്. യഥാ അരുണാഖ്യ, അരുണാഖ്യ മീൻസ് അരുണൻ എന്ന പേരോടുകൂടിയ ത്രൈലോക്യേ മഹാബാധം കരിഷ്യതി. അരുണൻ എന്ന പേരായിട്ടുള്ളൊരു അസുരൻ 3 ലോകങ്ങളെയും, ത്രൈലോക്യെ എന്ത് ചെയ്യുന്നു, 3 ലോകങ്ങളെയും ബാധയായിത്തീരുമ്പോൾ, മഹാബാധ വെച്ചാൽ 3 ലോകത്തിലത്തെ ആൾക്കാരെ ഉപദ്രവിക്കാൻ തുടങ്ങും ഈ അരുണൻ എന്ന പേരോടുകൂടിയ അസുരൻ. അപ്പോൾ ബാധാം കരിഷ്യതി പറഞ്ഞാൽ എന്താ, ആൾക്കാരെ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ 3 ലോകത്തിലത്തെയും വലിയ ശക്തിമാനാണ് ആ അസുരൻ. തഥാ അപ്പോൾ ഞാൻ ത്രൈലോക്യസ്യ ഹിതാർത്ഥായ, ഈ 3 ലോകങ്ങളെ രക്ഷിക്കാനായിട്ട് ഞാൻ, ത്രൈലോക്യസ്യ ഹിതാർത്ഥായ പറഞ്ഞാൽ 3 ലോകങ്ങളുടെ നന്മയ്ക്കായിക്കൊണ്ട്, അഹം ഞാൻ, അസംഖ്യേയ ഷഡ്പദം ഭ്രാമരം രൂപം കൃത്വ, ഞാൻ അനവധി വണ്ടുകളോടുകൂടി ഒരു വണ്ടിൻ്റെ രൂപം ധരിച്ച, എൻ്റെ കൂടെ അനവധി വണ്ടുണ്ടാവും, ഞാനൊരു വണ്ടിൻ്റെ രൂപം ധരിക്കും. എന്നിട്ട് എന്തു ചെയ്യും, ഈ അരുണാഖ്യനെ, അരുണൻ എന്നുള്ള അസുരനെ, അവനെ വധിക്കുന്നതാണ്. ഭ്രാമരൻ രൂപം കൃത്വ മഹാസുരം വധിഷ്യാമി. ഇതിലെന്താ പറയണ വെച്ചാൽ, ഞാൻ അരുണൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ്റെ, ആ അസുരൻ ഈ 3 ലോകങ്ങളെയും വല്ലാതെ പീഡിപ്പിക്കാൻ തുടങ്ങും. ആ സമയത്ത് ഞാൻ അനവധി, നിരവധി, കണക്കില്ലാത്തത്ര വണ്ടുകളോടുകൂടി ഒരു വണ്ടിൻ്റെ രൂപം ധരിച്ച് വന്ന് ആ അരുണൻ എന്നുള്ള മഹാസുരനെ ഞാൻ വധിക്കും. എന്തിന്, ത്രിലോകത്തിലത്തെ എല്ലാവരും രക്ഷിക്കാനായിട്ട്. ഒരു ഭ്രമരം ചെണ്ട വണ്ടാണ്, ഒരു ഭ്രമരത്തിൻ്റെ രൂപം ധരിച്ച് ഞാൻ അനവധി വണ്ടുകളോടുകൂടി ഒരു വണ്ടിൻ്റെ രൂപം ധരിച്ചിട്ട്, അതായത് അനവധി ഭ്രമരങ്ങളോടുകൂടി ഒരു ഭ്രമരത്തിൻ്റെ രൂപം ധരിച്ച് ഞാൻ ആ അസുരനെ അങ്ങോട്ട് കുത്തി അങ്ങനെ ആ വണ്ടിൻ്റെ ചില വണ്ടുകൾക്കൊക്കെ വിഷമൊക്കെ ഉണ്ടേ, അപ്പോൾ എല്ലാ വണ്ടുകളും കൂടി കൊണ്ട് കുത്തിയാൽ പിന്നെ ആ വിഷം കൊണ്ട് ചാവാലോ. അങ്ങനെയാണ് കൊല്ലണത് ഈ അരുണൻ എന്നുള്ള അസുരനെ കേട്ടോ. വണ്ടിൻ്റെ രൂപം ധരിച്ചിട്ട് കുത്തിയിട്ട് എന്നിട്ട് അങ്ങനെ വധിക്കും. തഥാ ലോകാഹ മാം ഭ്രാമരി ഇതിജ നിത്യശഃ സ്തോഷ്യന്തി. അപ്പം ജനങ്ങൾ എന്നെ ഭ്രാമരി എന്ന് പറഞ്ഞ് എന്നെ സ്തുതിക്കും. ദിവസേന നിത്യശഃ, ദിവസേന എന്നെ ഭ്രാമരി ദേവി എന്ന് വിളിച്ച് സ്തുതിക്കും. ഇതിലതാണ് പറയണത്. അതായത് ഭീമാദേവി കഴിഞ്ഞാൽ ഭ്രാമരി ദേവി. എന്താ കാരണം ഭ്രാമരി ദേവി എന്ന്? ഭ്രമരം ച വണ്ടാണ്. അപ്പോൾ ഭ്രാമരി ദേവി എന്ന് പറഞ്ഞാൽ വണ്ടിൻ്റെ രൂപം എടുത്തുകൊണ്ടാണ് ഭ്രാമരി ദേവി എന്ന് പറയുന്നത്. എന്തിനാണ് വണ്ടിൻ്റെ രൂപം എടുത്തത്? അരുണൻ എന്ന മഹാസുരൻ ത്രിലോകത്തിനെ മുഴുവൻ പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അയാളെ വധിക്കാൻ വേണ്ടിയിട്ട് അനവധി വണ്ടുകളോടൊപ്പം താനും ഒരു വണ്ടിൻ്റെ രൂപം എടുത്തു വന്ന് ആസുരനെ നിഗ്രഹിക്കും. അപ്പോൾ ഈ എല്ലാ ലോകത്തിലത്തെ എല്ലാവരും എന്നെ ഭ്രാമരി ദേവി എന്ന് വിളിച്ച് ദിവസേന സ്തുതിക്കും.
നിത്യവും വാഴ്ത്തും. അതാണ് നിത്യസഹ സ്തോഷ്യന്തി പറഞ്ഞ. ഇനി ഒരൊറ്റ ശ്ലോകം കൂടിയുള്ളൂ കേട്ടോ ഈ അധ്യായത്തിൽ. യദാരുണാഖ്യസ്ത്രൈലോക്യേ മഹാബാധം കരിഷ്യതി തദാഹം ഭ്രാമരം രൂപം കൃത്വാ സംഖ്യേയ ഷഡ്പദം ത്രൈലോക്യസ്യ ഹിതാർത്ഥായ. അതാണ് ത്രൈലോകത്തിനും ഗുണം അതിനായിക്കൊണ്ട് വധിഷ്യാമി മഹാസുരം ഭ്രാമരീതി ച മാം ലോകാസ്തദാ സ്തോഷ്യന്തി നിത്യശഃ. ഇനി അവസാനത്തെ ശ്ലോകമാണ് ഈ 11ാമത്തെ സ്തുതി അധ്യായത്തിലത്തെ. ഇത്തം യദാ യദാ ബാധ ജഗതോസ്യ ഭവിഷ്യതി തദാ തദാവതീര്യാഹം കരിഷ്യമൊരു സംക്ഷയം. എന്നിട്ടൊരു പ്രോമിസോട് കൂടിയാണ് ദേവി ഇത് ഈ ഒരു അധ്യായം. എങ്ങനെയാണ്? ഇങ്ങനെ ഇത്തം ഇപ്രകാരം അസ്യ ജഗത യഥാ യഥാ ബാധ ഭവിഷ്യതി, ഈ ലോകത്തിൽ, അസ്യ ജഗത പറഞ്ഞാൽ ഈ ലോകത്തിൽ, ഇപ്രകാരം ഈ ലോകത്തിൽ ആ യഥാ യഥാ ബാധ ഭവിഷ്യത, എപ്പോഴൊക്കെയാണ് ദുഷ്ടന്മാരുടെ ബാധ ഉണ്ടാവണ അല്ലെങ്കിൽ ആപത്തുണ്ടാവുന്നത്, അപ്പോഴൊക്കെ തഥാ തഥാ അപ്പോഴൊക്കെ അഹം ഞാൻ അവതാരെടുത്തിട്ട് അരിസംക്ഷയം കരിഷ്യാമി, ഈ ശത്രുക്കളൊക്കെ ഞാൻ നശിപ്പിക്കും. അതായത് ലോകത്തിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ കൂടുമ്പോൾ, അവർ ലോകത്തിനൊരാപത്തായി തീരുമ്പോൾ, എപ്പോഴൊക്കെയാണ് അത് സംഭവിക്കണം, അപ്പൊക്കെ ഞാൻ അവതരിച്ച് നിങ്ങളെ ആ ശത്രുക്കളിൽ നിന്നും കാത്തു രക്ഷിക്കും. അതുതന്നെയാണല്ലോ ഭഗവാനും, അല്ലേ? എപ്പോഴാണ് യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ, അതല്ലേ ഭഗവാനും പറഞ്ഞത് ഗീതയിൽ. എപ്പോഴാണ് ധർമ്മം ക്ഷയിച്ച് അധർമ്മം ഉണ്ടാവണം, അപ്പൊക്കെ ഞാൻ അവതരിക്കുന്നു പറഞ്ഞു. അതുപോലെ തന്നെ ദേവി പറയുകയാണ്, എപ്പോഴൊക്കെയാണ് ഈ ലോകത്തിന് ദുഷ്ടന്മാരുടെ പീഡനം കൊണ്ട് അസഹനീയമായിട്ടുള്ളൊരവസ്ഥ വരണം, അപ്പൊക്കെ ഞാൻ അവതരിച്ചിട്ട് എല്ലാ ഈ ശത്രുക്കളെയും ഞാൻ നശിപ്പിച്ച് ശിഷ്ടന്മാരെ മുഴുവൻ രക്ഷിക്കും എന്ന് തന്നെയാണ് ഇതിലും പറയണം കേട്ടോ. ഇപ്രകാരം ജഗത്തിന് ആപത്തുണ്ടാകുമ്പോൾ ഒക്കെ ഞാൻ എപ്പോഴൊക്കെ വേണ്ട വെച്ചാൽ അപ്പൊക്കെ അവതാരം എടുത്തിട്ട് ഞാൻ ആ എല്ലാ ദുഷ്ടന്മാരെയും നശിപ്പിച്ച് ലോകത്തിനെ പരിപാലിക്കും എന്നാണ് പറയുന്നത്. അത് പറഞ്ഞിട്ടാണ് നിർത്തണം കേട്ടോ 51ാമത്തെ ശ്ലോകം. ഇത്തം യദാ യദാ ബാധാ ജഗതോസ്യ ഭവിഷ്യതി തദാ തദാവതീര്യാഹം കരിഷ്യമൊരു സംക്ഷയം. ഇതി ദേവിമഹാത്മ്യേ ഏകാദശോധ്യായേ, അല്ലേ, ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവിമഹാത്മ്യേ ഏകാദശോധ്യായ സമാപ്തം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് 12ാധ്യായവും 13ാധ്യായവും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്ത ദിവസം നമുക്ക് 12ാധ്യായം ചെയ്യാം. അപ്പോൾ ഒന്ന് മാത്രം പറയാം. ഇതിൽ ഇപ്പോൾ ഈ സുമേധസ് മഹർഷി സുരഥനോടും സുരഥരാജാവിനോടും സമാധി എന്നുള്ള വൈശ്യനോടും ദേവിയുടെ മഹിമ പറഞ്ഞു ഇല്ലേ. ഇനി ദേവിയുടെ ഇപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ സാത്വിക ആവിർഭാവത്തിനെ പറ്റിയിട്ടാണല്ലോ പറഞ്ഞത്, അല്ലേ. ഈ സുംഭനിസുംമാർ ദേവന്മാർക്ക് ഉപദ്രവമായി തീർന്നപ്പോൾ ദേവി ശ്രീപാർവത ശരീരത്തിൽ നിന്നുണ്ടായി, അല്ലേ. എന്നിട്ട് അവരെയൊക്കെ നിഗ്രഹിച്ചു. അപ്പോൾ ദേവന്മാർ സ്തോത്രം ചെയ്തു, അല്ലേ. മാത്രമല്ല ഇനി എപ്പോഴൊക്കെയാണ് ഞാൻ എങ്ങനെയൊക്കെയാണ് ജനിക്കുക, എങ്ങനെയൊക്കെയാണ് രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ, അല്ലേ. അതായത് ശതാക്ഷി, ശാകംഭരി, ഭീമാദേവി, അല്ലേ, ഭ്രാമരി ഒക്കെ ആയിട്ട് ഓരോരോ സമയത്ത് ജന്മെടുത്തിട്ട് എല്ലാവരെയും രക്ഷിക്കുന്നൊക്കെ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഈ ദേവി മാഹാത്മ്യ സ്തോത്രത്തിൻ്റെ തന്നെ മാഹാത്മ്യമാണ് ഇനി വർണ്ണിക്കാൻ പോകണം കേട്ടോ ഇനി ഇതിൽ. അപ്പോൾ നമുക്കത് അടുത്ത ദിവസം കാണാം, ഏതാ 12ാധ്യായം. അപ്പോൾ ഇന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണ അർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ. ഗുരുവായൂരപ്പാ ശരണം.